എന്തായാലും 4ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ സ്കൂൾ തുറന്നപ്പോ സന്തോഷിച്ച് ഓടിപ്പിടിച്ച് പുസ്തകം എടുത്ത് മടിയിൽ വെച്ച് കെട്ടിപ്പിടിച്ച് പുതിയ നിക്കറുടുപ്പ് കിട്ട് അതിന്റെ മണം ആസ്വദിച്ച് സന്തോഷത്തോടുകൂടി സ്കൂളിൽ ചെന്നു ബെഞ്ചിലിരിക്കാൻ. ഞാൻ അവിടെ ചെന്നപ്പോഴോ കടിച്ചതിനേക്കാൾ വലുതാ പൊനത്തിയിരിക്കുന്ന അവിടുത്തെ ബെഞ്ചിന് ഒരു കാലേ ഉള്ളൂ. അപ്പൊ ആ ബെഞ്ച് എങ്ങനെ കിടക്കും എന്നാലോചിച്ച് നോക്കി. ഇങ്ങനെ കിടക്കും. ഇവിടെ കാലില്ല, ഇതേ കാലേ ഉള്ളൂ. തങ്കപ്പൻ മേളിലിരിക്കും, തങ്കമണി താഴെ അറ്റമിരിക്കും, ഔസേപ്പ് നടുക്കിരിക്കും. തങ്കപ്പൻ മേളിൽ താഴോട്ട് തള്ളും, തങ്കമണി താഴേന്ന് മേളോട്ട് തള്ളും. ഇതായിരുന്നു സ്കൂളിലെ സ്ഥിതി. അത് കഴിഞ്ഞ് സാറ് പഠിപ്പിക്കാൻ വരുമ്പോഴോ സാറിന്റെ കസേരയ്ക്ക് 3 കാലേ ഉള്ളൂ, ഒരു കാലില്ല. ഇപ്പൊ പിള്ളേരുടെ ജോലി കട്ട പറക്കി കൊണ്ട് കൊടുക്കലാണ്, സാറിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാതിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോ എന്തോ കലക്കി തരും, പാല് കലക്കി തരുമെന്ന് എന്റെ ക്ലാസ് ടീച്ചർ കുട്ടമ്പിള്ള സാർ കേട്ടെഴുത്തിട്ട് പാല് തരുന്ന മൃഗത്തിന്റെ പേര് എഴുതി വെക്കുക. എന്റെ അടുത്തിരുന്ന് എഴുതുക അയ്യപ്പൻ പിള്ള ചേർന്നത്. കാരണം പുള്ളി ആ ഉച്ചയ്ക്ക് ഇത് കലക്കി കൊടുത്തോണ്ടിരുന്നു. സാറ് ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ പോക്കും ഡൈ ചെയ്യാത്ത ആളിന്റെ തലവോട്ടിരിക്കുക, എഴുതിയാൽ തെളിയത്തില്ല. ഇപ്പൊ നിങ്ങൾ നോക്കി ആ സ്കൂളിലോട്ട് ഒരു വട്ടം കൂടി ആ സ്കൂളിന്റെ ചുറ്റുവട്ടത്തൊന്ന് പോയി നിൽക്കുമ്പോ ഒന്ന് അകത്ത് കയറിയിരുന്ന് പഠിക്കാൻ തോന്നുന്ന കാര്യത്തിലേക്ക് സ്കൂൾ എത്തിയില്ലേ? സ്ലേറ്റ് മുറിഞ്ഞ സ്ലേറ്റിന്റെ സ്ഥാനത്ത് ലാപ്ടോപ്പ് ആയില്ലേ? കാലില്ലാത്ത ബെഞ്ചിന്റെ സ്ഥാനത്ത് കസേരയായില്ലേ? ടീച്ചർക്ക് ഇരിക്കാൻ ഫോം ബെഡ് കസേരയായി മാറിയില്ലേ? മനോഹരമായി ടേബിളില്ലേ? ഫാനില്ലേ കുട്ടികൾക്ക് ഇരിക്കാൻ? ഹൈടെക് ക്ലാസ് റൂം ഇല്ലേ? 40,000 ഹൈടെക് ക്ലാസ് റൂം. ഒരു കുട്ടി ചോദിക്കുകയാണ്, ഇന്നലെ ലോകത്ത് നടന്ന ഒരു ശാസ്ത്ര സംഭവം പാഠപുസ്തകത്തിലില്ല. അപ്പൊ ടീച്ചറോട് ചോദിക്കാൻ, ടീച്ചർക്ക് അറിയാൻ വയ്യ. ഹൈടെക് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് സെറ്റ് ഓൺ ചെയ്ത് കൊടുക്കും. നാസയിലെ ശാസ്ത്രജ്ഞന്മാരുമായി ചടയമംഗലത്തെ ഒരു LP സ്കൂളിലെ വിദ്യാർത്ഥിക്ക് സംശയം ചോദിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാക്കിയ മുഖ്യമന്ത്രിയുടെ പേരാ പിണറായി വിജയൻ, ഗവൺമെന്റിന്റെ പേരാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ സംവിധാനം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കി. 12 ലക്ഷം കുട്ടികൾ സ്വകാര്യ മേഖലയിൽ തിരിച്ച് സ്കൂളിലേക്ക് വന്നു. ഒരു ഭരണകൂടത്തിന്റെ കാലം കൊണ്ട് 363 സ്കൂൾ കെട്ടിടങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ? 1000 സ്കൂൾ കെട്ടിടങ്ങളാണ്. 10 കോടി, 3 കോടി, 1 കോടി രൂപ ചെലവിൽ 1000 സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കി. ഇനിയോ 8ാം ക്ലാസ് വരെ കുട്ടികൾക്ക് സൗജന്യ പാഠപുസ്തകം, 8ാം ക്ലാസ് വരെ സൗജന്യ യൂണിഫോം, ഭക്ഷണം സൗജന്യ യൂണിഫോമാണ് 8ാം ക്ലാസ് വരെ. പാഠപുസ്തകം. ഇവിടെ വോട്ട് പിടിക്കാൻ നടക്കുന്ന കോൺഗ്രസിന്റെയും BJPയുടെയും സ്നേഹിതരോട് പറയണം, ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടുത്തെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഒരു പാഠപുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെടുത്ത് പരീക്ഷയ്ക്ക് കൊച്ചുങ്ങൾ കൊണ്ട് കൊടുക്കുകയായിരുന്നു. പരീക്ഷ സമയത്തും പുസ്തകം കിട്ടിയില്ല. ഇപ്പൊ വെക്കേഷൻ സമയത്താ പുസ്തകം കൊടുക്കുന്നേ. 13 വർഷത്തിന് ശേഷം കേരളത്തിൽ പുതിയ പാഠപുസ്തകം ഇറങ്ങിയിരിക്കുക. ഞാൻ ആ പാഠപുസ്തകം ഉണ്ടാക്കുന്ന സർക്കാർ കമ്മിറ്റിയുടെ അംഗമാണ്. 1ാം ക്ലാസ്, 3ാം ക്ലാസ്, 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ്, 11, 12 പാഠപുസ്തകത്തിന്റെ ഫസ്റ്റ് പാർട്ടായി സെക്കൻഡ് പാർട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് പുതിയ പാഠപുസ്തകം എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് അറിവിന്റെ പാഠപുസ്തകം. പഴയ പാഠപുസ്തകത്തിന്റെ ഒരു പ്രശ്നം എന്താ അറിയാവോ? വീണ്ടും ഞാൻ പുരുഷന്മാർക്കെതിരായിട്ട് പറയുന്നു വിചാരിക്കരുത്. ഒരു പാഠപുസ്തകം എടുത്തിട്ട് വായിച്ചു നോക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാ? രാവിലെ എഴുന്നേക്കുന്നത് അമ്മ, പശുവിനെ കറക്കുന്നത് അമ്മ, പാല് കൊണ്ടുപോകുന്ന അമ്മ, മുറ്റം തൂക്കുന്ന അമ്മ, ഭക്ഷണം പാചകം ചെയ്യുന്ന അമ്മ, സ്കൂളിൽ PTAക്ക് പോകുന്ന അമ്മ, തുണി അടിച്ചു വാരുന്ന അമ്മ, എല്ലാം ചെയ്യുന്ന അമ്മയാണ്. അപ്പൊ അത് വായിക്കുന്ന ആൺകുട്ടിക്ക് എന്ത് തോന്നും? ഈ ജോലിയെല്ലാം ചെയ്യേണ്ടത് എന്റെ പെങ്ങന്മാരാണ്. ഇനി പെങ്ങള് വായിക്കുമ്പോഴോ എന്റെ ജോലി പഠിച്ചിട്ട് കാര്യമൊന്നുമല്ല, അടുക്കളയിൽ കിടന്നിങ്ങനെ അരഞ്ഞരഞ്ഞ് തീരില്ല. പക്ഷെ ഇപ്പോഴത്തെ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3ാം ക്ലാസ്